നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും. തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുകയാണ്. ഏതെങ്കിലും ഡോക്ടറിന് അസുഖം വന്നിട്ടുണ്ടോ? ഓക്സിജൻ ഇല്ലാതെ ആരെങ്കിലും കോവിഡ് കാലത്ത് മരിച്ചിട്ടുണ്ടോ? ആശുപത്രി സൗകര്യമില്ലാത്തതുകൊണ്ട് ഇവിടെ ആർക്കെങ്കിലും സംഭവിച്ചോ? ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കോവിഡ് അനുഭവമാണ് കേരളത്തിൽ കൊടുത്തത്. അങ്ങനെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അർജന്റായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി സർക്കാർ എമർജൻസി പർച്ചേസ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ. ആ കമ്മിറ്റിയെ തീരുമാനിക്കുക ഓക്സിജൻ കിട്ടാത്ത സന്ദർഭം ഇന്ത്യയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, ഓക്സിജൻ മേടിച്ച് സൂക്ഷിക്കണോ, PPP കിറ്റ് എത്ര സ്റ്റോക്ക് ഉണ്ട്, കൂടുതൽ രോഗി വരുമ്പോൾ കൂടുതൽ വേണ്ടി വരില്ലേ, അത് നാളെ കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുമോ എന്നൊക്കെ അവരുടെ ഉത്തമ വിശ്വാസത്തിലുള്ള വിലയിരുത്തലാണ്. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വില കൂടിയാലും മേടിക്കും. അപ്പോൾ CAG റിപ്പോർട്ട് ഈ പറയണത് ഇതിനേക്കാൾ കുറഞ്ഞ വിലക്കപ്പം കിട്ടുമായിരുന്നു മാർക്കറ്റിൽ നിന്ന്. ഏത് കിട്ടുമായിരുന്നു? PPP കിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 മുതൽ 1000, 2000, 10,000 രൂപയുടെ ഉണ്ടാവുന്നതാണ്. ഏത് ക്വാളിറ്റിയാണ് കിട്ടുമെന്ന് പറഞ്ഞത്? എന്ത് ഡേറ്റയാണ് അവർ താരതമ്യപ്പെടുത്തിയത്? സർക്കാരിനെ ചെളിവാരി കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനം കുറഞ്ഞു കിട്ടും. CAG ആണെങ്കിൽ കണക്ക് വെക്കണം. അത് മുമ്പ് മേടിച്ച വിലയല്ല കേട്ടോ, കോവിഡ് വന്നപ്പോൾ സാഹചര്യം മാറി. അതുകൊണ്ട് കോവിഡ് കാലത്ത് ഇന്ന വിലക്ക് ഇതേ ക്വാളിറ്റി സാധനം കിട്ടുമായിരുന്നു, അതിനേക്കാൾ കൂടുതൽ വിലക്ക് മേടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളുടെ സുരക്ഷ തന്നെ ഏറ്റവും പ്രധാനം. ആ സുരക്ഷ കാലത്ത് എമർജൻസി പർച്ചേസ് നടത്താൻ വേണ്ടി എമർജൻസി കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി പരിശോധിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ ശരിയായിരുന്നു എന്നുള്ളത് കേരളത്തിലെ കോവിഡ് അനുഭവം തെളിയിച്ചിട്ടുണ്ട്. CAG രാഷ്ട്രീയം തന്നെ. ഏത് രാഷ്ട്രീയമാണോ, ഏത് സ്ഥാപനമാണ് BJPക്കാർ ഈ രീതിയിൽ നശിപ്പിക്കാതുള്ളത്? സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും അവർ തകർത്തുകൊണ്ടിരിക്കുക. അതിന് കൈമണിയടിക്കലാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അതുകൊണ്ട് CAG കേരളത്തിനെതിരായിട്ടുള്ള കുരിശുദ്ധത്തിൻ്റെ ഭാഗമാണ്. നേരത്തെ കിഫ്ബിക്കെതിരായിട്ട് അവർ വന്നു, അതേ നാണയത്തിൽ തിരിച്ചു കൊടുത്തു. ഇതിനും മറുപടി സർക്കാർ കൊടുത്തോളും. അതാ പറയുന്നത്, നമ്മുടെ ബെസ്റ്റ് ജഡ്ജ്മെന്റ് ആണെന്ന്. ഈ എമർജൻസി വരുമ്പോൾ അങ്ങനെയല്ലേ? നിങ്ങൾ പ്രകൃതി ദുരന്തം വന്നു, ആ പ്രകൃതി ദുരന്ത കാലത്ത് ഇത്രയോ അധികാരങ്ങളാണ് അധികാരികൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണഗതിയുള്ള സാഹചര്യത്തിൽ അതുണ്ടാവുമോ? അതിന് ഒരു എമർജൻസി എങ്ങനെ നേരിടണമെന്ന് കേരളം ഇന്ത്യയെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ വന്നിട്ട് തോണ്ടി വലിച്ചിട്ടൊന്നും നോക്കണ്ട. അന്നത്തെ കോട്ടിങ്ങിലെ അനിത ടെക്സ്കോട്ട് എന്ന് പറഞ്ഞ കമ്പനി 550 രൂപയ്ക്ക് ഇത് നൽകാമെന്ന് പറയുകയും അവർക്ക് 25,000 എണ്ണം സപ്ലൈ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ 10,000 മാത്രം അവർക്ക് വാങ്ങിയത്. അങ്ങനെ കണക്ക് വെച്ചിട്ടാണ് ഇപ്പൊ CAG റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതേന്ന് ആരുന്നോ ഞങ്ങൾക്ക് നോക്കേണ്ടി വരും എന്താന്നുള്ളത്. ഇവർക്ക് തന്നെ ഓർഡർ കൊടുത്തിട്ട് അതിൻ്റെ പാതി പോലും ഇവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ കമ്പനിക്ക് തരാൻ പറ്റാഞ്ഞിട്ടാണ്, എന്തുകൊണ്ടാണ്, അതിൻ്റെ ക്വാളിറ്റി എന്താണ്, ഇതൊക്കെ നോക്കണ്ടേ? ആയിരിക്കണം. എനിക്ക് നമ്മുടെ എമർജൻസി കമ്മിറ്റിയിൽ വിശ്വാസമാണെന്ന്. ഇത്ര എഫിഷ്യൻ്റായിട്ട് ഡീൽ ചെയ്ത ഉദ്യോഗസ്ഥന്മാരാണ്. നിങ്ങൾ എന്തായി പറയണേ? ഈ ലോകത്ത് ഏറ്റവും നന്നായിട്ട് കോവിഡ് കൈകാര്യം ചെയ്ത മന്ത്രിമാര്, ഉദ്യോഗസ്ഥന്മാര് ലോകം അംഗീകരിച്ചിട്ടുള്ളതാ. എനിക്ക് അവരെല്ലാം വിശ്വാസം, അല്ലാതെ BJPയുടെ CAGയിലല്ല. അന്നൊക്കെ നല്ലപോലെ നേരിട്ട് എന്ന് പറഞ്ഞു കോവിഡ്. ഇപ്പോൾ ഈ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമാണ്, കമ്പനികൾക്ക് പൈസ കൊടുക്കുന്നില്ല, വലിയ ധന പ്രതിസന്ധി ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുക. സംസ്ഥാനത്ത് അങ്ങനെ ധനപ്രതിസന്ധിക്ക് കാരണം എന്താണ്? ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാല് ഇന്ന് കേരളത്തിൽ കാണുന്ന റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങളൊക്കെ ഇല്ലേ, എത്ര എണ്ണോ പണിയണേ? അവ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ മുഖം എങ്ങനെ മാറും? അതിനു വേണ്ടിയിട്ട് ഒരു കമ്പനി ഉണ്ടാക്കി, നഹായ് പോലെ. കേന്ദ്രത്തിന് റോഡ് പണിയാൻ നഹായ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് പണിയണേ. അവർ വായ്പ എടുത്ത് പണിയുന്നു. കേരളത്തിലും ഇതുപോലെ കിഫ്ബി എന്നൊരു കമ്പനി വായ്പ എടുത്ത് പണിയുന്നു. അവരാ പണിയണേ, സംസ്ഥാന സർക്കാരല്ല. അപ്പോൾ എന്താ കേന്ദ്രം ചെയ്തത്? കിഫ്ബി എടുത്ത വായ്പ മുഴുവൻ സർക്കാർ എടുത്ത വായ്പയായിട്ട് കണക്കാക്കുന്നു. ഇൻഡാസറൊക്കെയാണ്.
ഞങ്ങൾ കേന്ദ്രമാണ്, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം, നിങ്ങൾക്ക് സംസ്ഥാനമാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലെന്നാണ്. ആയിക്കോട്ടെ, കേന്ദ്രം ഇനിമേൽ ചെയ്യാൻ പാടില്ല, അങ്ങനെയാണോ പറഞ്ഞത്? ഈ നിയമം 2021 ഉണ്ടാക്കിയതല്ലേ ഈ ചട്ടം? 2016 മുതലെടുത്ത വായ്പ ഇന്ന് വെട്ടിക്കുറക്കുന്നത് എങ്ങനെയാ? ഈ രീതിയിൽ സംസ്ഥാനത്ത് ധനപ്രതിസന്ധി ഉണ്ടാക്കിയത് BJP ആണ്. അതിന് കൂട്ടുനിൽക്കുകയാണ് UDF. കേരളം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും BJP എതിർക്കാനുള്ളൂ. കേരളത്തിൽ BJPയുടെ ഒപ്പമാണ്. അതാണ് UDF ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കേന്ദ്രമേ ഈ കേരളത്തിനെതിരായ ഉപരോധം പിൻവലിക്കുക. ഉപരോധം പിൻവലിച്ചു കഴിഞ്ഞാൽ പെൻഷൻ ഇനിയും കൂട്ടും. 1600 ഈ മരുന്നെല്ലാം കൃത്യമായിട്ട് ഇന്ന് UDF കാലത്ത് ഉണ്ടായില്ലല്ലോ. UDF കാലത്ത് ആശുപത്രിയിൽ പോയിരുന്ന നശിക്കുന്ന രോഗികളെക്കാൾ എത്രയോ കൂടുതലാണ് പൊതു ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ചെല്ലുന്നത്. കാലത്തും ഉണ്ട് OP, വൈകുന്നേരവും ഉണ്ട് OP. ഇത്രയും കെട്ടിട സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞിട്ടും രോഗികളുടെ തിരക്ക് കുറയുന്നില്ല. സേവനം അത്ര നല്ലതാണ്, മരുന്നും കാര്യങ്ങളും ഉണ്ട്. അത് തകർക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഏർപ്പാട്, അതിന്റെ ഫലം ആശുപത്രി മേഖല മാത്രമല്ല, റേഷൻ കാർഡ് എല്ലായിടത്തും വരുമെന്ന്. ഉത്തരവാദികളെ പിടിക്കണ്ടേ? ആരോ ഉത്തരവാദി? കേന്ദ്ര സർക്കാർ. അവര് മുൻകാല പ്രാബല്യമെങ്കിലും ഒഴിവാക്കി സംസ്ഥാനത്തിന്റെ വായ്പ അനുവദിക്കട്ടെ, പ്രശ്നം തീർന്നു. അതുകൊണ്ട് UDFനോടുള്ള ചോദ്യം ഇതാണ്: സംസ്ഥാനത്തിന്റെ അവകാശത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറുണ്ടോ, അല്ലെങ്കിൽ BJPയുടെ ഒപ്പം നിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? ഒരു BJPയുടെ ഒപ്പം ജനങ്ങളോട് പറയും, സ്വപ്പം താമസിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. 2026 ഭരണം ഉറപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്ന ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ട്. കോൺഗ്രസിൽ VD സതീശൻ സർവേ നടത്തി, അത് ചർച്ചകളാകുന്നു, വിവാദമാകുന്നു. 63 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിക്കുന്ന തരത്തിലൊക്കെ സർവേ നടത്തി എന്നൊക്കെ പറയുന്നു VD സതീശൻ. അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? കനകുലുവിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയല്ലേ. അപ്പൊ സുധാകരനും സതീശനും എന്താണാവോ പണി? ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി എവിടെ മത്സരിക്കണം, എങ്ങനെ മത്സരിക്കണം, എന്ത് രാഷ്ട്രീയം പറയണം, ഏത് ആക്ഷേപം ഉന്നയിക്കണം എന്നുള്ളതിന് കോൺട്രാക്ട് കൊടുത്തിട്ട് നടക്കുന്ന നേതാക്കന്മാര്, അതാണ് കോൺഗ്രസ്. ഞങ്ങൾ സർവേ വിലയിരുത്തലും നടത്തും, ഞങ്ങൾ നടത്തുമെന്ന്, വേറെ ആരും വഴിയായിട്ടില്ല, ഞങ്ങൾ നടത്തും. EP ജയരാജൻ പറഞ്ഞത് പിണറായി വിജയൻ സർക്കാർ 3ാം വട്ടം അധികാരത്തിലെത്തും, പിണറായി വിജയൻ തന്നെ നയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കുമോ കാര്യങ്ങൾ? 3ാം വട്ടം ഒരു സംശയം വേണ്ട കാര്യത്തിൽ. 2019 ഇതുപോലെ തോറ്റതില്ലേ, എന്നിട്ട് ആര് ജയിച്ചു? പിന്നെ ഇന്നിപ്പോ ശരി, ലോക്സഭയിലെ തിരിച്ചടി വന്നു, അതിനും കാരണമുണ്ട്. അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ആ രീതിയിലാണ്. ദേശീയ രംഗത്ത് CPMന്റെ ശേഷി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കൊക്കെ കോൺഗ്രസ് ജയിച്ചു വരുന്നതാണ് നല്ലതെന്നൊരു തോന്നല്. മറിച്ചുള്ള രാഷ്ട്രീയം ബോധ്യപ്പെടുത്താൻ ഞാൻ കഴിഞ്ഞിട്ടില്ല. എന്നാല് പാവങ്ങളോട് ചോദിക്കാൻ പോണത്, അങ്ങനെയിരിക്കണ 1600 രൂപ പെൻഷനില്ലേ 100 രൂപയല്ലേ UDF ചരിത്രത്തിൽ പാവങ്ങൾക്ക് കൊടുത്ത്, ബാക്കി 1500 ഇടതുപക്ഷ സർക്കാരുകൾ കൊടുത്തല്ലേ. ഇത് ആ സർക്കാർ നീ തിരിച്ചു വരണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളും ചോദിക്കും. അതുകൊണ്ട് കനകോലുവിന്റെ കണക്കൊക്കെ അവിടെ ഇരിക്കത്തുള്ളൂ കേട്ടോ. പിണറായി വിജയൻ തന്നെ നയിക്കുമെന്നാണ് പറയുന്നത്. 3ാം തവണയും പിണറായി വിജയൻ തന്നെ. എന്ത് സംശയം എനിക്ക്? 3ാം തവണയും LDF സർക്കാർ തന്നെ, പിണറായി തന്നെ നയിക്കും. അതൊക്കെ പാർട്ടി തീരുമാനിക്കുന്നു. LDF ജയിക്കും, ആര് സംശയം? ഈ കാന്തപുരത്തിന്റെ ഒരു സ്ത്രീവിരുദ്ധ പ്രസ്താവന ഉണ്ടായിരുന്നു, അതിൽ CPM എതിർത്തപ്പോൾ CPMന് എത്ര ഏരിയ സെക്രട്ടറിമാരുണ്ട്? ഞങ്ങള് അതിന്റെ ഒരു പോരായ്മ CPMന് ഉണ്ടെന്ന് കരുതുന്നവരാണ്. ബോധപൂർവം തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വ്യത്യാസം. അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നതും പ്രശ്നമുണ്ടെന്ന് പറയുന്നതും ഒരേപോലെയല്ല. പ്രശ്നമുണ്ട്. ഈ കാന്തപുരത്തിന്റെ പ്രസ്താവനയെ പറ്റി അല്ല, കാന്തപുരത്തിന്റെ പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ വിശ്വാസം, നമ്മുടെ വിശ്വാസം അതല്ല. സ്ത്രീ പുരുഷ സമത്വത്തിലാണ്. ഏതായാലും കാന്തപുരത്തോട് നമുക്കൊരു ബഹുമാനമുണ്ട്. മുസ്ലിം മതരാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറയാത്തവരാണ്. ജമാഅത്ത് ഇസ്ലാമി പോലെയല്ല. അതുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞുകൊണ്ട് പോണേ, സ്ത്രീക്ക് തുല്യം വേണം. ഞാനിപ്പോ പറഞ്ഞതെന്താ, ഞങ്ങളുടെ പാർട്ടിയിലും ആ രീതിയിലുള്ള പ്രശ്നമുണ്ട്, അത് പരിഹരിക്കും. അത് പരിഹരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. പറച്ചിൽ മാത്രമല്ല,
ചെയ്യുന്നതിലും. കാന്തപുരം ഉന്നയിച്ച വിമർശനം ശരിയാണ്. CPM-ൽ സ്ത്രീ പ്രാതിനിധ്യം അങ്ങനെ പറഞ്ഞിട്ട് ഇനി ഹെഡ്ലൈൻ കൊടുക്കണ്ട. കാന്തപുരം പറയുന്നത് ഞാൻ പറഞ്ഞത് ഈ പ്രശ്നം, ജെൻഡർ പ്രശ്നം ഒരു മതത്തിൽ മാത്രമല്ല സർവ്വതലങ്ങളിലും ഉണ്ട്. സ്ത്രീക്ക് 2ാം സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം ഞങ്ങളിലും അങ്ങനെയുള്ള സ്വാധീനങ്ങളുണ്ട്. അതിനെതിരായിട്ട് ജാഗ്രത പുലർത്തണം, തിരുത്തണമെന്നാണ് ഞങ്ങളുടെ പാർട്ടി പറയണത്. ചിലർ തിരുത്താനില്ലെന്നും പറയും. അത് രണ്ടിനും രണ്ടാണ്. പക്ഷെ മതവിധി പറയേണ്ടത് മതപണ്ഡിതരാണ്. മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങളാണ് പണ്ഡിതർ പറയുന്നത്. അപ്പൊ മുസ്ലിങ്ങളെല്ലാം അങ്ങനെയല്ലല്ലോ പറയണേ. അപ്പൊ അവർ തമ്മിൽ തർക്കിച്ചോളും. ഞങ്ങൾ മതനിരപേക്ഷ നിലപാടിൽ നിൽക്കുന്നവരാ. സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടുള്ള സ്ഥാനം ഇവിടെ നിൽക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഏതായാലും നല്ലൊരു സന്ദർഭമാണ് നമുക്ക് നിർത്താനായിട്ട്. വരുമെന്ന് എന്താ ആർക്കും നിരോധിച്ചിട്ടുണ്ടോ? ഇപ്പൊ അത്ഭുതകരമായ കാര്യം, കേരളത്തില് ഒരു കാലത്ത് ഇല്ലാത്ത വണ്ണം ബ്രാഞ്ച് സെക്രട്ടറിമാര് സ്ത്രീകളായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇല്ല, ഇനിയും വർദ്ധിപ്പിക്കുമെന്ന്. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം എന്താ? ഇതിങ്ങനെയല്ല വേണ്ടത്, ഇതിന് മാറ്റം വേണം എന്ന് പറയുന്നു. എന്നാൽ അങ്ങനെ ആ മാറ്റം വന്നിട്ടുണ്ടോ? എല്ലാ മാറ്റവും വന്നിട്ടെന്ന് പറയില്ല, അവകാശപ്പെടില്ല. ഞങ്ങൾ നിരന്തരം സ്വയം വിമർശനം നടത്തുന്നതാണ്. ഇത് മാറുന്നില്ല, തുല്യമായിട്ടുള്ള സ്ഥാനം വരണം. താങ്ക് യു. ബ്രൂബറി വിഷയം സജീവ ചർച്ചയിലുണ്ട്. അതായത് ആദ്യത്തെ 1ാം പിണറായി വിജയൻ സർക്കാർ രാഷ്ട്രീയ പ്രമേയം തോമസ് ഐസക്കാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയുണ്ടായത്. മറ്റു വാർത്തകളിലേക്ക്. കാടിനോട് യാത്ര പറഞ്ഞ പൂച്ചപ്പാറ മണിയുടെ കുടുംബം മലയിറങ്ങി. കരുളായി ചെങ്കുത്തായ മലവാരത്തിൽ മണിയുടെ മകൾ മീനാക്ഷിക്കുട്ടിയെ അയ്യപ്പൻ ചുമലിലേറ്റി പൂച്ചപ്പാറ മലയിറങ്ങുമ്പോൾ കരുളായി വനം ഒരിക്കൽ കൂടി കണ്ണീർ പൊഴിച്ചു. പേടിയാണ്. ഞാൻ എവിടെ കണ്ടാലും എനിക്ക് പേടിയാ. കാട്ടിലായി കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച പൂച്ചപ്പാറ മണിയുടെ കുടുംബമാണ് നാട്ടിൽ താമസിക്കാനായി മലയോടും മലദൈവങ്ങളോടും യാത്ര പറഞ്ഞ് മലയിറങ്ങിയത്.